ഗുഡ് മോർണിംഗ്. എക്സ്പേർട്ട് കൺസൾട്ടൻസ്. ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് നിരവധി കൺസൾട്ടൻസ് ഉണ്ട്. നിരവധി ആളുകൾ ബിസിനസ് ചെയ്ത് പരിചയപ്പെട്ട് ബിസിനസ് നിർത്തി വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നവരുണ്ട്. കമ്പനിയിൽ വർക്ക് ചെയ്ത് റിട്ടയർ ആയവരുണ്ട്. അവരുടേതായ ഏരിയയിൽ അവരത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് അതിനെ നമ്മൾ വന്നിട്ട് എക്സ്പേർട്ട് കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. കാരണം ഇന്ന് ഫൗണ്ടേഴ്സിന് നമുക്ക് കൂടുതൽ എക്സ്പേർട്ട് കൺസൾട്ടൻസിൻ്റെ ആവശ്യമാണ്. അത്രയും കൺസൾട്ടൻസിനെ കൊടുത്ത് ശമ്പളം കൊടുത്ത് ഒരാളെ ആ രീതിയിൽ വയ്ക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഇങ്ങനത്തെ കൺസൾട്ടൻസ് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ആവശ്യമായതുകൊണ്ട് ഓരോരുത്തരെയും നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. അത് വന്ന് വീഡിയോ ആയിട്ടാണ് വരാൻ പോകുന്നത് ആ സീരീസ്. ഓക്കെ, ഞാൻ ഇന്ന് മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ്, ആദ്യം ഞാൻ തന്നെ എൻ്റെ എക്സ്പേർട്ട് കൺസൾട്ടൻസിനെ പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങാം. ആദ്യത്തെ ഒരു എക്സ്പേർട്ട് കൺസൾട്ടൻറ്റ് എന്ന രീതിയിൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻസിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മാർക്കറ്റിംഗ് ഏവർക്കും ആവശ്യമാണ്, കൺസ്യൂമർ ഏവർക്കും ആവശ്യമാണ്. സോ ഈ കൺസ്യൂമർ ഏവർക്കും ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഒരു അതോറിറ്റിയാണ്. 40 വക ഇൻഡസ്ട്രിക്കകത്ത് എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ദൃഢമായ വിശ്വാസമാണ് ഞാൻ എക്സ്പേർട്ട് കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ വന്ന് ഞാൻ മാർക്കറ്റിംഗാണ് കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്ങും പ്രൊമോഷനും പ്ലേസ്മെൻറ്റും അത് രീതിയിലുള്ള ഒരു കൺസൾട്ടൻസി കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടോട്ടലി ഫോക്കസ് ഓൺ മാർക്കറ്റിംഗ്. സെയിൽസിനും മാർക്കറ്റിംഗ് തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രോഡക്റ്റിൻ്റെ എല്ലാ ആട്രിബ്യൂട്ടും സെയിൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമാണ്. മാർക്കറ്റിംഗ് ആണ് ഫിലിപ്സ് കോട്ട്ലർ പറയുന്ന മാതിരി പ്രോഡക്റ്റ് 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. ആ രീതിയിൽ ഇന്ന് വന്നത് 4 പ്രോബിംഗ് അടക്കം കൂടുതലായി കഴിഞ്ഞു. അതായിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു എക്സ്പേർട്ട് മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ. എങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആദ്യം നിങ്ങളുടെ കമ്പനി സ്റ്റഡി ചെയ്യണം. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, കമ്പനി വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ് എന്താണെന്ന് ക്ലാരിഫൈ ചെയ്യണം. നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് കോസ്റ്റ് അക്കൗണ്ടുമായിട്ട് നിർണ്ണയിക്കണം. അതിനു മുമ്പ് ഞാനൊരു സർവേ കണ്ടക്ട് ചെയ്യണം. ആ സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രോഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് കൊണ്ടുവരേണ്ടത്, യൂണിക്നെസ് കൊണ്ടുവരേണ്ടത്. അതിനോടൊപ്പം നമുക്ക് ആരാണ് സെയിൽസ് ഹെഡ്, അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്, അവരുടെ ക്രൈറ്റീരിയ എന്ത്, ഇതെല്ലാമാണ് ഞാൻ ആദ്യമായിട്ട് കൺസൾട്ട് എന്ന രീതിയിൽ ആദ്യം ശരിപ്പെടുത്തിയെടുക്കേണ്ടത് പ്രോജക്റ്റിൽ. അതിനുശേഷം ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി. ഇതെല്ലാം ഞാൻ വന്നിട്ട് ഒരു എക്സ്പേർട്ട് കൺസൾട്ടൻസ് എന്ന രീതിയിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് അത് പറഞ്ഞു തരാം. അല്ലാതെ എക്സിക്യൂഷൻ കൂടെ ഞാൻ ചെയ്തു തരും. ആസ് എൻ എക്സ്പേർട്ട് കൺസൾട്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എൻ്റെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വലിയ ശമ്പളത്തിന് അല്ലെങ്കിൽ കൂടുതൽ പൈസയ്ക്കല്ല എൻ്റെ ആഗ്രഹം. എൻ്റെ ബുദ്ധി, ഞാൻ ദൈവം തന്നിരിക്കുന്ന എൻ്റെ നോളേജ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ കമ്പനി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നിങ്ങൾ തരുന്നതാണ് ശമ്പളം. ഞാൻ ആരോടും ശമ്പളം ചോദിക്കാറില്ല, അല്ലെങ്കിൽ എനിക്ക് പണം വേണമെന്നും പറയാറില്ല. ഞാൻ പണത്തിനോട് അത്ര താല്പര്യം കാണിക്കാറില്ല. കാരണം അതായത് പണം കണ്ടവൻ മാത്രമേ പണത്തിനെ പറ്റി ആഗ്രഹിക്കുന്നുള്ളൂ. പണം കാണാത്തവർക്ക് പണത്തിനെ പറ്റി അത്ര വലിയ കാര്യമില്ല. 8 രൂപയുടെ ചായ കുടിക്കാം, 10 രൂപയുടെ ഭക്ഷണം കഴിക്കാം എന്ന രീതിയിൽ എന്നെ ജീവിച്ച് പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ജീവിതം വന്ന് നമ്മൾ വളരെ ആഗ്രഹങ്ങൾ വേണമെന്ന് ആവശ്യമില്ല. നമ്മൾ ജീവിച്ചത് നമ്മുടെ ഈ കിട്ടിയ നോളജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട് നമുക്ക് വാങ്ങിക്കുന്നത് നമ്മുടെ എക്സ്പെൻസിന് വേണ്ടി മാത്രമാണ്. അത് നമ്മളായിട്ട് ചോദിച്ച് വാങ്ങിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാ മാർക്കറ്റിംഗ് കൺസൾട്ടൻസി ഞാൻ തരാൻ റെഡിയാണ്. എല്ലാ രീതിയിലും ആദ്യം മുതൽ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വിജയം മാത്രമാണ് എൻ്റെ മുന്നിൽ കാണുന്നത്. പിന്നെ പൈസ എന്നുള്ളത് നിങ്ങളെന്ത് തരുന്നു അത് തന്നെയാണ് പൈസ. അതിലെനിക്ക് വലിയ കാര്യമില്ല. പക്ഷേ സ്ഥാപനത്തിൻ്റെ ഉയർച്ച, സ്ഥാപനത്തിൻ്റെ വിജയം, അല്ലെങ്കിൽ നിങ്ങളെ ഏത് രീതിയിൽ നല്ല രീതിയിൽ, കാരണം ഞാൻ അനുഭവശാലിയാണ്. ഞാൻ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഞാൻ പുസ്തകം വായിച്ച് പറയുകയല്ല. എൻ്റെ അനുഭവത്തിന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ അനുഭവം നിങ്ങൾക്ക് വിജയകരമാക്കാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. ഒരു സെയിൽസ് ഹെഡിനെ നിങ്ങളെ കൊണ്ട് അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്കുള്ള ക്രൈറ്റീരിയകൾ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. അവർ പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. സോ അത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ വരും. ആ രീതിയിലാണ് ഈ കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ ഞാൻ അവിടെ വരുമ്പോൾ എനിക്ക് കാര്യങ്ങൾ അറിയും. ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം എനിക്കറിയും. അപ്പോൾ അവർ പറയുന്നത് എനിക്കും അവരുമായിട്ട് ഒരു അലൈൻമെൻറ്റ് ഉണ്ടാവും. ആ തോട്ട് അലൈൻമെൻറ്റ് ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ ഭംഗിയായി നടത്തും. സോ
സോ അതിൻ്റെ മാർക്കറ്റിംഗ് മാത്രമായിരിക്കും ഞാൻ കൺസൾട്ടേഷൻ സൈഡിലുണ്ടാകുക. അത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ആണെങ്കിലും മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് സ്ട്രാറ്റജിക് രീതിയിലും ദെൻ അതിൻ്റെ മാനേജ്മെൻറ്റ് വരുമ്പോൾ ആ മാനേജ്മെൻറ്റിൻ്റെ ഇതിലെ ഓപ്പറേഷൻസ് ഉണ്ടാവും. എങ്ങനെയാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് അതെല്ലാമേ തന്നെ സെയിൽസ് ഹെഡുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് അക്കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ പ്രോജക്റ്റ് എക്സിക്യൂഷൻ ചെയ്യുന്നതാണ് എൻ്റെ ജോലി. അത് എൻ്റെ കഴിവാണ്. ഈ 40 വർഷത്തെ അനുഭവം, 40 ഇൻഡസ്ട്രിയിലെ അനുഭവം, ഞാൻ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ട് കൺസൾട്ടൻ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അടുത്ത ഒരു എക്സ്പേർട്ട് കൺസൾട്ടൻറ്റ് നമ്മൾ പരിചയപ്പെടുത്താം.